സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷങ്ങൾ അഭിമാനിക്കേണ്ട നിമിഷമാണല്ലോ എന്ന് ഓർക്കുകയാണെങ്കിൽ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നാം ഇന്നും ഒരൊറ്റ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് വന്നെത്തി നിൽക്കുന്നത്. എന്തും ചെയ്യാം എന്ന സ്വാതന്ത്ര്യത്തിനേക്കാൾ അപ്പുറമായി എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നാം ചരിത്രം പരിശോധിച്ച് ചരിത്ര സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിച്ച് അവർക്കായി സ്മരണ പുതുക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത്. പക്ഷെ ചരിത്രം ആവർത്തിക്കാനോ ചരിത്രത്തിൽ തന്നെ തങ്ങി നിൽക്കാനോ വേണ്ടിയിട്ടല്ല അതൊരിക്കലും. ഗാന്ധിജിയെയും വി ഡി സവർക്കറെയും ജവഹർലാൽ നെഹ്റുവിനെയും തരംതിരിച്ചു പറയുമ്പോൾ, വർഗീയത കുത്തിക്കയറ്റുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം ഒരേ ഒറ്റ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, ഒരേ ഇന്ത്യക്കാരല്ലേ എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നാം ഓർക്കേണ്ടത് തന്നെയാണ് ഈ കഴിഞ്ഞ പാഠങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവങ്ങളും. ഇതെല്ലാം നമുക്കുള്ള വളർച്ചയ്ക്കുള്ള അടിത്തറ തന്നെയാണ്. പക്ഷെ തീർച്ചയായും വളരേണ്ടിയിരിക്കുന്നു. ആ വളർച്ച മുരടിക്കുന്നിടത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം നിലച്ചു പോകുന്നത്. ഒരു രാജ്യത്തിന്റെ വളർച്ച എന്നാൽ തീർച്ചയായും അവിടുത്തെ ജനങ്ങളുടെ വളർച്ചയാണ്, അവിടുത്തെ സിസ്റ്റത്തിന്റെ വളർച്ചയാണ്. തീർച്ചയായും കംപ്ലീറ്റ്ലി ഒന്നിച്ചൊരു സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണെങ്കിലും ഭരണ പരിഷ്കാരങ്ങളിലും ഭരണ സംവിധാനത്തിലും ഭരണഘടനയിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് തീർച്ചയായും നാം ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ യുവജനതയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. തമ്മിൽ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാവാനോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വർഗീയവാദം കണ്ടെത്താനോ നാം എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ തീർച്ചയായും അപമാനകരം തന്നെയാണ്. നാം ഓരോരുത്തരും ഉറങ്ങേണ്ടിയിരിക്കുന്നു, ഉണരേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു നാളേക്കായി നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വരുത്താനായി നാം മുന്നേറേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.